കളിത്തട്ട് 2026 കലാപരിശീലന ക്യാമ്പിന് സമാപനമായി. ചൂരക്കാട്ടുകര ഗ്രാമീണ നാടകവേദിയും ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള 10 ദിവസത്തെ കലാപരിശീലന ക്യാമ്പ് കളിത്തട്ട് 2026 സമാപിച്ചു. ചൂരക്കാട്ടുകര ശരണാഞ്ജലി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചൂരക്കാട്ടുകര ഗ്രാമീണ നാടകവേദി പ്രസിഡന്റ് ES വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. നിരവധി തവണ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നാടകരചനയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഹേമന്ത് കുമാർ മുഖ്യാതിഥിയായിരുന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK ശങ്കരനാരായണൻ, സുമി സുനിൽ, ക്യാമ്പ് ഡയറക്ടർമാരിൽ ഒരാളായ നിജിൽ ദാസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചൂരക്കാട്ടുകര ഗ്രാമീണ വായനശാല സെക്രട്ടറി CB മുരളീധരൻ വിശിഷ്ടാതിഥികളെയും ക്യാമ്പിന് നേതൃത്വം നൽകിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു. ചൂരക്കാട്ടുകര ഗ്രാമീണ നാടകവേദി സെക്രട്ടറി EK ശ്രീനിവാസൻ സ്വാഗതവും ഗ്രാമീണ വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VR മുരളീധരൻ നന്ദിയും പറഞ്ഞു. മെയ് 1 മുതൽ 10 വരെ നടന്ന കളിത്തട്ട് 2026 ചൂരക്കാട്ടുകരയിലെയും സമീപ പ്രദേശങ്ങളിലെയുമായി 40 കുട്ടികൾ പങ്കെടുത്തു. 10 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നാടകമേഖലയിലും ചലച്ചിത്ര മേഖലയിലും ശ്രദ്ധേയരായ നിഖിൽ ദാസ്, നിജിൽ ദാസ് സഹോദരന്മാരാണ് നാടക ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ പരിശീലിച്ച ആൻ എന്ന നാടകം അരങ്ങിൽ അവതരിപ്പിച്ചു. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളെ ആസ്പദമാക്കി നിഖിൽ ദാസ് രചിച്ച നാടകമാണ് ആൻ. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിഷ്കളങ്കരായ കുട്ടികളുടെ ജീവിതത്തെ എത്രത്തോളം ദുരിതപൂർണമാക്കി മാറ്റുമെന്ന് നാടകം കാണിച്ചു തന്നു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കുട്ടികളുടെ മാതാപിതാക്കളും നാട്ടുകാരുമായി വലിയൊരു സദസ്സ് തന്നെ നാടകം ആസ്വദിക്കാൻ എത്തിച്ചേർന്നിരുന്നു. ATK ന്യൂസ്, ചൂരക്കാട്ടുകര.